നാട്ടുവർത്തമാനത്തിലേക്ക് വിശദമായി. വയനാട്ടിൽ കുട്ടത്തോണി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാരാപ്പുഴ അണക്കെട്ടിലാണ് സംഭവം. നെല്ലാറച്ചാൽ നടുവീട്ടിൽ കോളനിയിലെ ഗിരീഷാണ് മരിച്ചത്. നെല്ലാറച്ചാൽ ഞാമലംകുന്ന് വ്യൂ പോയിന്റിന് സമീപം ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അപകടം നടന്ന സ്ഥലത്തു നിന്ന് കരയിലേക്ക് നീന്തിയെങ്കിലും ആമ്പൽ ചെടികൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടു. കോതമംഗലത്ത് പെരിയാർ വാലി കനാലിൽ വീണ മൂരിയെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. ഇരുമലപ്പടിക്ക് സമീപമാണ് മൂരി കനാലിൽ വീണത്. നാട്ടുകാർ ശ്രമിച്ചിട്ടും മൂരിയെ കരയ്ക്കെത്തിക്കാൻ കഴിയാതിരുന്നതുകൊണ്ടാണ് ഫയർഫോഴ്സിനെ വിളിച്ചത്. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകളുടെ സാന്നിധ്യം കൂടുതലെന്ന് കണ്ടെത്തൽ. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് നടത്തിയ പഠനത്തിലാണ് രോഗവാഹികളായ കൊതുകുകൾ കൂടുതലാണെന്ന് വ്യക്തമായത്. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകളുടെ സാന്നിധ്യം കട്ടപ്പനയിൽ കൂടുതലാണെന്ന് മുൻപും പഠനത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. കട്ടപ്പനയിലെ മാർക്കറ്റിൽ നിരവധി പേർക്ക് മുൻവർഷങ്ങളിൽ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് പല സ്ഥലങ്ങളിൽ നിന്നായി സാമ്പിൾ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈഡിസ് ഈജിപ്തി കൊതുകുകളുടെ സാന്നിധ്യം കൂടുതലാണെന്ന് കണ്ടെത്തിയത്. ഇടവിട്ട് പെയ്യുന്ന മഴ കൊതുകുകൾ പെരുകുന്നതിന് കാരണമാണ്. നമ്മുടെ ഫീൽഡ് തലത്തിൽ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ ഫീൽഡ് സ്റ്റാഫ് 34 വാർഡുകളും സോഴ്സ് രക്ഷാ പ്രവർത്തനം, വെക്ടർ സ്റ്റഡി, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയെല്ലാം നടത്തുന്നുണ്ട്. കൂടാതെ നമ്മൾ മെസ്സേജുകൾ നമ്മൾ അയൽക്കൂട്ടം കുടുംബശ്രീ യൂണിറ്റുകൾക്ക് മെസ്സേജുകൾ നമ്മൾ നൽകിയിരിക്കുന്നു. ജലസംഭരണികളിലും വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലും കൂത്താടികൾ വളരുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. കട്ടപ്പനയിൽ ഉറവിട നശീകരണം അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കുമെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. വാർഡ് തലം മുതൽ പ്രതിരോധം ശക്തമാക്കാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. പേവിഷബാധ നിയന്ത്രിക്കാൻ ഗോവൻ മോഡലുമായി സർക്കാർ. പേവിഷബാധ ഫലപ്രദമായി തടഞ്ഞ ഗോവൻ മോഡൽ പരീക്ഷിക്കാൻ മിഷൻ റാബിസുമായാണ് സഹകരിക്കുന്നത്. തെരുവുനായ വാക്സിനേഷൻ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും WVS മൊബൈൽ ആപ്ലിക്കേഷനും സജ്ജമാക്കും. സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണവും പേവിഷബാധയും തുടർക്കഥയാണ്. എല്ലാ പ്രതിരോധവും തകർത്ത് തെരുവുനായകൾ കൊലയാളികളായി മാറുകയാണ് സംസ്ഥാനത്ത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ വഴികൾ തേടുന്നത്. പേവിഷബാധ ഫലപ്രദമായി തടഞ്ഞ ഗോവൻ മോഡലാണ് പരിഗണനയിൽ. ഇതിനായി മിഷൻ റാബിസുമായി സംസ്ഥാന സർക്കാർ കരാറിലേർപ്പെട്ടു. WVSന്റെ സാങ്കേതിക സഹായവും ഉപദേശവും ലഭ്യമാക്കുക, തെരുവുനായ വാക്സിനേഷൻ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും WVS മൊബൈൽ ആപ്ലിക്കേഷൻ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുക എന്നിവയാണ് പ്രധാന പരിപാടികൾ. സെപ്റ്റംബർ 1 മുതൽ മാത്രമേ ഇത് പ്രാവർത്തികമാകൂ. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ കാലതാമസവും ആശങ്കയുണ്ടാക്കുന്നതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ബസ്സുകളുടെയും ലോറികളുടെയും ബാറ്ററികൾ മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്നയാൾ തൃശൂർ കയ്പമംഗലത്ത് പിടിയിൽ. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പുത്തൻകുളം നവാസാണ് പിടിയിലായത്. മതിലകം, വാടാനപ്പള്ളി, കയ്പമംഗലം, ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും വിവിധ വാഹനങ്ങളിൽ നിന്നായി 10ഓളം ബാറ്ററികളാണ് ഇവർ മോഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. നവാസിന്റെ കൂട്ടാളികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കി. കോഴിക്കോട് വായാട് ഒറ്റയാൻ ഇറങ്ങിയതിനെ തുടർന്ന് വ്യാപക കൃഷിനാശം. ആന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ കടുത്ത ആശങ്കയിലാണ്. നരിപ്പറ്റ പഞ്ചായത്തിലെ വിലങ്ങാട്, വായാട്, കുറിച്ച് കോളനിയോട് ചേർന്ന കൃഷിയിടത്തിലാണ് പുലർച്ചെ 3 മണിയോടെ വനത്തിൽ നിന്ന് ഒറ്റയാൻ ഇറങ്ങിയത്. പുലർച്ചെ ആനയുടെ അലർച്ച കേട്ടാണ് പ്രദേശവാസി വട്ടക്കുന്നിൽ ജോസഫ് ആന്റണിയും ഉറക്കമുണർന്നത്. ജോസഫ് ആന്റണി പടക്കം പൊട്ടിച്ച് ആനയെ വായാട് വനത്തിലേക്ക് ഓടിക്കുകയായിരുന്നു. രാവിലെ വെള്ളമെടുക്കാൻ പറമ്പിലിറങ്ങിയപ്പോഴാണ് തെങ്ങുകളും വാഴയും റബ്ബറും നശിപ്പിച്ചത് കണ്ടത്. 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ന് പുലർച്ചെ വീണ്ടും വായാട് ജനവാസ കേന്ദ്രത്തിൽ ആന ഇറങ്ങിയത്. ഉറക്കമായിരുന്നു. അപ്പം 3 മണിയായപ്പം പിന്നെ ആന കാർന്ന പോലെ ഭയങ്കര സൗണ്ട് കേട്ടു. അപ്പം ഞങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പം ആന ചിഹ്നം വിളിക്കുന്ന അത് കേട്ടപ്പം ഈ അടുത്ത വീട്ടിലെ ഞങ്ങളുടെ ഇവിടുത്തെ പട്ടികൾ ഭയങ്കര കുരയായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2-3 പടക്കം പൊട്ടിച്ചു. അപ്പം അത് കേട്ടപ്പോൾ ആന വീട് അതിൻ്റെ പോവുക ചെയ്തേ.
ഒറ്റയാന പിന്നാലെ മേഖലയിൽ വീണ്ടും ആനകളിറങ്ങുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. നിരവധി വീടുകളാണ് ഈ മേഖലയിലുള്ളത്. ന്യൂസ് 18 വടകര. തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിൽ 5 പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ മാളിയേക്കൽ കോളനി നിവാസികൾ മഴക്കാലം എത്തിയതോടെ വീണ്ടും ഭീതിയിലാണ്. പ്രദേശത്തെ കൂറ്റൻ പാറകൾ പൊട്ടിച്ചു നീക്കാത്തതാണ് ആശങ്കയ്ക്ക് കാരണം. ഒരു വർഷത്തിന് ശേഷം അപകട ഭീഷണി ഉയർത്തുന്ന പാറകൾ പൊട്ടിക്കാൻ തുടങ്ങിയെങ്കിലും മഴ ശക്തമാകും മുൻപ് ജോലികൾ തീർക്കാനാകുമോ എന്ന് സംശയമാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 30 പുലർച്ചെയാണ് കുടയത്തൂരിൽ നാടിനെ നടുക്കിയ ഉരുൾപൊട്ടലുണ്ടായത്. ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു. നിരവധി വീടുകൾ തകർന്നു. കുടയത്തൂർ മലയുടെ മുകളിൽ നിന്നും പൊട്ടിയൊഴുകിയ ഉരുളാണ് ഒരു പ്രദേശത്തെ ആകെ ദുരിതത്തിലാക്കിയത്. അന്ന് ഉരുൾപൊട്ടലിനെ തുടർന്ന് വിണ്ടുകീറിയ കൂറ്റൻ പാറകൾ പൂർണ്ണമായും പൊട്ടിച്ചു നീക്കിയില്ല. മഴക്കാലമായതോടെ 70ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന മാളിയേക്കൽ കോളനി നിവാസികൾ ഭീതിയിലാണ്. അത് ഏത് നിമിഷം ഉരുണ്ട് വരാൻ ഒരു വേരേനാണ് തട്ടി നിൽക്കുന്നത്. ആ സാധനം ദ്രവിച്ചു കഴിഞ്ഞാൽ ഈ കല്ലിങ് മറിയും. കോളനിക്ക് നടുവിൽ കൂടി ഒഴുകുന്ന തോടിന്റെ ഏറ്റവും മുകളിലായാണ് ഏത് നിമിഷവും താഴേക്ക് പതിക്കും വിധം കൂറ്റൻ പാറകളുള്ളത്. താഴേക്ക് പതിച്ചും അപകട ഭീഷണി ഉയർത്തുന്നതുമായ പാറകൾ പൊട്ടിച്ചു നീക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിൽ നടപടി വൈകി. എന്നാൽ കഴിഞ്ഞ ദിവസം മഴ പെയ്തു തുടങ്ങിയതോടെ പാറ പൊട്ടിച്ചു നീക്കാൻ തുടങ്ങി. ഏറെ അപകടത്തിലുള്ള പാറ ആദ്യം നീക്കാത്തതിലും നാട്ടുകാർ പ്രതിഷേധമറിയിച്ചു. അന്ന് ഉരുള് പൊട്ടിയ സമയത്ത് താഴെ വന്നിട്ടുള്ള കല്ലുകളാണ് ഇപ്പം നമ്മൾ പ്രാരംഭ നടപടി എന്ന നിലയിൽ പൊട്ടിച്ച് മാറ്റുന്നത്. ഇപ്പം അവർ ഒരാഴ്ചയ്ക്കുള്ളിൽ പാറയിൽ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട കല്ലുകൾ നിൽക്കുവാണ്. അത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ അവർ പൊട്ടിച്ച് മാറ്റുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മലമുകളിൽ കൂറ്റൻ പാറകളുള്ള സ്ഥലത്തേക്ക് ഇതുവരെ തൊഴിലാളികൾ എത്തിയിട്ടില്ല. മഴ കനക്കും മുൻപ് അപകടാവസ്ഥയിലുള്ള പാറകൾ നീക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ റോഡ് വക്കിൽ അപകട ഭീഷണിയായി നിൽക്കുന്ന വൻമരങ്ങൾ വെട്ടിമാറ്റാൻ നടപടിയില്ല. ഇതോടെ 80ഓളം കുടുംബങ്ങളാണ് ഭീതിയിലുള്ളത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ പേഴുംകണ്ടം അഞ്ചുരുളി റോഡിലാണ് ഏത് സമയവും കടപുഴകി വീഴാവുന്ന വിധത്തിൽ വൻമരങ്ങൾ നിൽക്കുന്നത്. റോഡ് വക്കിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാത്തത് കാഞ്ചിയാർ പേഴുംകണ്ടം അഞ്ചുരുളി നിവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. ഉണങ്ങിയതും ദ്രവിച്ചതും ചിതലരിച്ചതുമായ 7 കൂറ്റൻ മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തി റോഡ് വക്കിൽ നിൽക്കുന്നത്. വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പഞ്ചായത്തിനെ സമീപിച്ചെങ്കിലും തീരുമാനമായില്ല. അത് കൈക്ക് പിടിച്ചാൽ വരെ ഒടിഞ്ഞാട്. കാറ്റത്ത് അത് പിള്ളേരും കുട്ടികളും 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് അതിന് മുകളിലോട്ട് പഠിക്കുന്ന പിള്ളേരിലെ പോകുന്ന ഇതിനെതിരെ അടിയന്തരമായിട്ട് ഇവര് ഇടപെടണം. ഇവര് മാസങ്ങളായിട്ട് സീസണായിരുന്ന മുതൽ പറയുന്നതാണ്. പക്ഷെ ഇവരന്ന് ഒന്നും ചെയ്യുന്നില്ല. ഓരോ വകുപ്പ്, ഞങ്ങളുടെ വകുപ്പല്ല, അങ്ങോട്ട് വകുപ്പല്ല, ഞങ്ങൾ കമ്മിറ്റി കൂടിയിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്, ഉടനെ വെട്ടും, നാളെ വരാം, ഇങ്ങനെ കളിപ്പിക്കല്ല, ഒന്നും ചെയ്യല. 80ഓളം കുടുംബങ്ങളാണ് ഈ റോഡിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്നത്. കൂടാതെ അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ആയിരക്കണക്കിന് സന്ദർശകരും ദിവസവും ഈ റോഡിലൂടെ എത്തും. മഴക്കാലമായതോടെ ഉണങ്ങി ദ്രവിച്ച കൊമ്പുകൾ വീണ് അപകടങ്ങളും പതിവായി. ജില്ലാ ദുരന്ത നിവാരണ സമിതിയുടെ യോഗത്തിൽ വനം വകുപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകുമ്പോഴും പലയിടത്തും അപകടകരമായ മരങ്ങൾ വെട്ടിമാറ്റാത്ത സ്ഥിതിയുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിലെ കാഴ്ച മറയ്ക്കുന്ന ഈറ്റക്കാടുകൾ അപകടങ്ങൾക്കിടയാക്കുന്നു. ദിവസവും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയിലെ ഈറ്റക്കാടുകൾ വെട്ടിമാറ്റി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ആവശ്യം. ശക്തമായ മഴയിലും കോടമഞ്ഞിലും വാഹനമോടിക്കുന്നവർക്ക് അപകട ഭീഷണിയാവുകയാണ് ഈറ്റക്കാടുകൾ. ഇടുക്കിയിലെ ചേലച്ചുവട് വണ്ണപ്പുറം റോഡിൽ കൊടും വളവുള്ള കമ്പകത്താനം മുതൽ മുണ്ടൻമുടി വരെയുള്ള ഭാഗത്താണ് ഈറ്റക്കാടുകൾ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നത്. കാട്ട് ചെടികളും മരങ്ങളും വളർന്ന് ഭയങ്കര ഭീകര അന്തരീക്ഷത്തിലേക്കാണ്. വാഹനങ്ങൾക്ക് തടസ്സമായ കാരണം യാത്ര ചെയ്തു പോലും പോകാൻ പറ്റില്ല. എതിര് വരുന്ന വാഹനവും കയറി ചെല്ലുന്ന വാഹനവും തമ്മിൽ പെട്ടെന്ന് ആക്സിഡന്റ് നടക്കാൻ പറ്റുന്നൊരു സംഭവത്തിൻ്റെ സാഹചര്യത്തിലാണ്. ജനങ്ങൾക്ക് ഡ്രൈവേഴ്സിന് വണ്ടി റോട്ടിൽ നോക്കി ഓടിക്കാൻ വയ്യാത്ത അന്തരീക്ഷത്തിലാണ് ഇപ്പോഴത്തെ പോക്ക്. വണ്ണപ്പുറം പഞ്ചായത്ത് പരിധിയിൽ കാടുപടലങ്ങൾ വെട്ടിമാറ്റാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി നടപടി സ്വീകരിക്കുവാനും അധികൃതർ തയ്യാറായിട്ടില്ല. പലവട്ടം KSRTC ബസ്സുകൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട മേഖല കൂടിയാണ് ഇവിടം. മഴക്കാലമായതോടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് 18 തൊടുപുഴ. കോഴിക്കോട് വടകരയിൽ ഓവുചാൽ തുറന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും മാലിന്യം നീക്കിയില്ല. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഓവുചാലിൽ നിന്ന് പ്രദേശമാകെ ദുർഗന്ധം പരന്നിരിക്കുകയാണ്.
വടകര പുതിയ ബസ് സ്റ്റാൻഡിന് പുറകുവശത്തെ ഓവുചാലുകളാണ് സ്ലാബുകൾ മാറ്റി തുറന്നിട്ടിരിക്കുന്നത്. ഓടയിൽ നിന്ന് ദുർഗന്ധം പരക്കുന്നത് നാട്ടുകാർക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാണ്. സ്ലാബ് തുറന്നിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും മാലിന്യം നീക്കാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. ഏകദേശം 1 മാസത്തിലധികമായി ഇത് പരാതി കൊടുത്തിട്ടും ഒരു പരിഹാരവും കണ്ടില്ല. അതിനുശേഷം ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ വിളിച്ചു പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ വന്നു നോക്കുന്നത്. വന്നപ്പോൾ വളരെ ഗുരുതരമാണ് അവസ്ഥ. കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. മഴയാണ്. മഴ വന്ന വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇത് മുഴുവൻ പുറത്തേക്ക് ഒഴുകി വലിയ പ്രയാസത്തിലേക്ക് പോവുകയാണ്. അടിയന്തരമായിട്ട് ഇതിൽ ഇടപെട്ട് പരിഹരിച്ചില്ലെങ്കിൽ ഒരു വലിയ രോഗത്തിന് അടിമകളായിട്ട് നമ്മൾ മാറിപ്പോകും. മഴയിൽ മാലിന്യം പുറത്തേക്ക് ഒഴുകുമെന്ന ആശങ്കയുമുണ്ട്. ഇത് രോഗങ്ങൾക്കും ഇടയാക്കും. ന്യൂസ് 18 വടകര. തൃത്താലയിൽ മയക്കുമരുന്നായ മെറ്റാഫിത്തമിനും കഞ്ചാവുമായി യുവാക്കൾ പിടിയിലായി. ആനക്കര കൂടല്ലൂരിൽ നടത്തിയ പരിശോധനയിലാണ് ബൈക്കിൽ കടത്തുകയായിരുന്ന മെറ്റാഫിത്തമിനുമായി തലക്കശ്ശേരി സ്വദേശി വിഷ്ണു പിടിയിലായത്. കൂട്ടക്കടവിൽ നിന്ന് കഞ്ചാവുമായി കൂടല്ലൂർ സ്വദേശി മണികണ്ഠനാണ് അറസ്റ്റിലായത്. പൊറോട്ട നൽകാൻ വൈകിയതിന്റെ പേരിൽ തട്ടുകട നടത്തുന്ന സ്ത്രീയുടെ ദേഹത്ത് തിളച്ച എണ്ണ ഒഴിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കിഴിവിലം സ്വദേശികളായ അജിത്, അനീഷ്, വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. ചിറയൻകീഴ് കുറക്കടയിലെ തട്ടുകടയിൽ ഈ മാസം 14-നായിരുന്നു സംഭവം. പ്രതികൾ തട്ടുകടയിലെത്തിയ സമയത്ത് പാകം ചെയ്തു വെച്ച പൊറോട്ട ഉണ്ടായിരുന്നില്ല. ഉടൻ നൽകാമെന്ന് പറഞ്ഞെങ്കിലും ഇവർ കേട്ടില്ല. തുടർന്ന് വാക്കുതർക്കമുണ്ടാവുകയും തട്ടുകട നടത്തുന്ന ഓമനയുടെ ദേഹത്ത് തിളച്ച എണ്ണ ഒഴിക്കുകയുമായിരുന്നു. ഓമനയുടെ ബന്ധുവിനെ മർദ്ദിക്കുകയും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. മറ്റു വാർത്തകളിലേക്ക്. മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണ് മരിച്ചു. വടകര സ്വദേശി തെക്കത്തിൻ്റെ വിട സലിമാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. രാവിലെ 9 മണിയോടെയാണ് ബോട്ടിൽ മത്സ്യബന്ധനത്തിനായി കടലിൽ പോയത്. കുഴഞ്ഞു വീണതോടെ സഹപ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് മറ്റൊരു ബോട്ടെത്തി വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. കട്ടപ്പന കോവിൽമല സ്വദേശിനിയിൽ നിന്ന് സിനിമാ മേഖലയിൽ ജോലിയും വീടും വയ്ക്കാൻ സഹായവും വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്തയാളെ പോലീസ് പിടികൂടി. തിരുവനന്തപുരം തോന്നയ്ക്കൽ താറാവിള വീട്ടിൽ സുരേഷ് കുമാറാണ് പിടിയിലായത്. പണം നൽകി മാസങ്ങൾ കാത്തിരുന്നിട്ടും ജോലിയോ വീടിന് സഹായമോ ലഭിക്കാതെ വന്നപ്പോൾ യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പാറശാല, പോത്തൻകോട്, തൃശൂർ, എറണാകുളം എന്നിവിടങ്ങളിലും സുരേഷ് കുമാർ സമാനമായ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കൊട്ടാരക്കര തലച്ചിറ ഈസ്റ്റ് വാർഡിൽ പ്രതിഭാസംഗമവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. CPM കുന്നിക്കോട് ഏരിയ സെക്രട്ടറി എസ് മുഹമ്മദ് അസ്ലാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് ജേതാവ് നിഹാല ഷെരീഫിനെ ആദരിച്ചു. തുടർന്ന് SSLC, +2 തലങ്ങളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. കലാപരിപാടികളും നടന്നു. പ്രാദേശികമായി മഴയുടെ തോതും അന്തരീക്ഷ താപവും ഉൾപ്പെടെ അറിയാൻ സഹായിക്കുന്നതാണ് വിദ്യാലയങ്ങളോടനുബന്ധിച്ചുള്ള കാലാവസ്ഥാ നിലയങ്ങൾ. കാസർഗോഡ് 11 സ്കൂളുകളിലാണ് ഇത്തരം നിലയങ്ങൾ പ്രവർത്തിക്കുന്നത്. തളങ്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കാലാവസ്ഥാ നിലയമാണിത്. ഇവിടെ മഴയുടെ അളവെടുക്കുകയാണ് കുട്ടികൾ. പ്രാദേശികമായ കാലാവസ്ഥ എളുപ്പത്തിൽ അറിയാനുള്ള മാർഗമാണ് ഇത്തരം നിലയങ്ങളിൽ ഉള്ളത്. മഴയുടെ തോതളക്കാൻ മഴമാപിനി, അന്തരീക്ഷ താപനില അറിയാൻ തെർമോമീറ്റർ, കാറ്റിന്റെ വേഗത അറിയാൻ കപ്പ് കൗണ്ടർ, അനിമോമീറ്റർ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഈ സ്കൂൾ കാലാവസ്ഥാ നിലയത്തിലുമുള്ളത്. കുട്ടികളെ അല്ലെങ്കിൽ വരുന്നൊരു പുതിയ തലമുറയെ നമുക്ക് ഒരു കാലാവസ്ഥ സാക്ഷരത, ക്ലൈമറ്റ് ലിറ്ററേറ്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് സമൂഹത്തിനെ കൂടെ ഉപകരിക്കുന്ന രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ഉപകാരപ്പെടണം എന്ന രീതിയിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത്തരമൊരു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്കൂളുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ സ്കൂളിലും പ്രത്യേക പരിശീലനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് കാലാവസ്ഥാ നിലയങ്ങളുടെ ചുമതല. അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി ദിവസവും ഇവർ കൃത്യമായി രേഖപ്പെടുത്തുന്നു. സമഗ്ര ശിക്ഷ കേരളയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. എറണാകുളം കോതമംഗലം MBITSൽ ഫെയർവെൽ അലുമിനി ഇൻഡക്ഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു. മാർത്തോമ ചെറിയപള്ളി വികാരി ഡോക്ടർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ച യോഗം കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് മുഖ്യാതിഥിയായിരുന്നു. കോളേജ് സെക്രട്ടറി CA കുഞ്ഞച്ചൻ ചൂണ്ടാട്ട് പ്രഭാഷണം നടത്തി. നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യ വിളർച്ചരഹിത പഞ്ചായത്താകാൻ തൃശൂർ മറ്റത്തൂർ ഒരുങ്ങുന്നു. പഞ്ചായത്തിലെ 15-നും 60-നും മധ്യേ പ്രായമുള്ള മുഴുവൻ സ്ത്രീകളിലെയും ഹീമോഗ്ലോബിൻ അളവ് 12-ലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ HB12 അറ്റ് മറ്റത്തൂർ എന്ന പേരിൽ പദ്ധതിക്ക് രൂപം നൽകി.
മറ്റത്തൂരിൽ നടപ്പാക്കിയ ലിംഗസമത്വ പദവി പഠനത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ സ്ത്രീകളിൽ വിളർച്ചാ ലക്ഷണങ്ങൾ കണ്ടെത്തിയിരുന്നു. ശരാശരി വരുമാനമുള്ള കുടുംബങ്ങളിൽ പോലും അനീമിയ മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായാണ് കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളെയും ഉൾപ്പെടുത്തി വിളർച്ച പരിഹരിക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. വിളർച്ചയുള്ളവരെ കണ്ടെത്തി ആവശ്യമായ ചികിത്സയും മരുന്നും ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ HB12 മറ്റത്തൂർ പദ്ധതി വഴി നടത്തും. കുടുംബശ്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ വാർഡും വികേന്ദ്രീകരിച്ച് കൊടുത്തുകൊണ്ട് 50 വീടുകൾക്ക് ഒരു കുടുംബശ്രീ യൂണിറ്റിന് ചാർജ് കൊടുത്ത് ക്ലസ്റ്ററാക്കി അവർക്കെല്ലാം വീടുകളിൽ ചെന്ന് ഹീമോഗ്ലോബിനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രക്തപരിശോധന നടത്തി അതിനെ ഡേറ്റ എൻട്രി ഒരു ഗൂഗിൾ ഫോമിലേക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റയെ 3ആക്കി തരംതിരിച്ച്, അതായത് റെഡ്, യെല്ലോ, ഗ്രീൻ. അപ്പോൾ റെഡ് കാറ്റഗറിയിലുള്ളവർക്ക് അടിയന്തര ചികിത്സയും യെല്ലോ കാറ്റഗറിയിലുള്ളവർക്ക് അവരെ ഗ്രീനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നും മറ്റ് ഭക്ഷണക്രമത്തിലുള്ള മാറ്റങ്ങളും വരുത്താനാണ് പഞ്ചായത്ത് ആലോചിക്കുന്നത്. ആരോഗ്യവകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, കുടുംബശ്രീ, വിദ്യാലയങ്ങൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വിവരശേഖരണം, സ്ക്രീനിംഗ്, പ്രചരണം, സ്ക്വാഡ് പ്രവർത്തനം എന്നിവ നടക്കും. തുടർന്ന് പ്രതിരോധ പ്രവർത്തനം, ചികിത്സ, ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾ, മോണിറ്ററിംഗ് എന്നീ പ്രക്രിയകളിലൂടെ പദ്ധതി പൂർത്തീകരിക്കും. 50 വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ രൂപം നൽകി ഓരോ ക്ലസ്റ്ററിന്റെയും ചുമതല ഓരോ കുടുംബശ്രീ യൂണിറ്റിന് നൽകും. ഇവർ വീടുകളിലെത്തി ഹീമോഗ്ലോബിനോമീറ്റർ ഉപയോഗിച്ച് സ്ത്രീകളുടെ രക്തപരിശോധന നടത്തും. പരിശോധനാ ഫലത്തെ അടിസ്ഥാനമാക്കി റെഡ്, യെല്ലോ, ഗ്രീൻ എന്നിങ്ങനെ 3 കാറ്റഗറിയായി തിരിച്ചാണ് പ്രതിരോധ പ്രവർത്തനങ്ങളും ചികിത്സയും നടത്തുക. റെഡ് കാറ്റഗറിയിലുള്ളവർക്ക് അടിയന്തര ചികിത്സയും യെല്ലോ കാറ്റഗറിയുള്ളവരെ ഗ്രീൻ കാറ്റഗറിയിൽ എത്തിക്കാനുള്ള മരുന്നും ചികിത്സയും നൽകാനാണ് പദ്ധതി. ന്യൂസ് 18 തൃശൂർ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നേട്ടവുമായി കാസർഗോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനം. രാജപുരം സെന്റ് പയസ്റ്റൻ കോളേജിൽ 5 വർഷത്തിനിടെ IIT, NIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടിയത് നിരവധി പേരാണ്. കാസർഗോട്ടെ അതിർത്തി ഗ്രാമമായ പാണന്നൂരിനടുത്താണ് രാജപുരം സെന്റ് പയസ് 10th കോളേജ്. മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും 5 വർഷത്തിനിടെ IIT, NIT, IIIT തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിന് ഇവിടെ നിന്നും 34 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം നേടാനായത്. കഴിഞ്ഞ വർഷം മാത്രം 12 വിദ്യാർത്ഥികൾക്ക് ഈ നേട്ടം കരസ്ഥമാക്കാനായി. എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയിലെ വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിലുള്ള പ്രദേശമാണിത്. ഈ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക്, വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾക്ക്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് എൻഡോസൾഫാൻ ദുരിതബാധിത മേഖലയായ ഈ പ്രദേശത്തുള്ള ഈ സ്ഥാപനം നൽകുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് അവരെ IIM, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, പിന്നെ ബേബി IIMs, പിന്നെ അതേപോലെ IITs, IIITs, NITs ഇങ്ങനെയൊക്കെ സ്വപ്നം കാണുവാൻ വേണ്ടിയിട്ട് അവരെ പ്രചോദിപ്പിക്കുവാൻ സാധിക്കുന്നു. ഈ വർഷം 10ഓളം വിദ്യാർത്ഥികൾക്കാണ് IIT, NIT തുടങ്ങിയിടങ്ങളിൽ പ്രവേശനം ഉറപ്പായത്. വിദ്യാർത്ഥികൾ നേട്ടം കൊയ്യുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് മുതൽക്കൂട്ടെന്ന് അധ്യാപകർ പറയുന്നു. ന്യൂസ് 18 കാസർഗോഡ്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.